കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഇപ്പൊ മുതൽ ഈ സൂചി ഓടിത്തുടങ്ങുന്നത് വർമ്മൻ ഗ്രൂപ്പ് എന്ന സാമ്രാജ്യത്തിന്റെ തലവനായ രഘുവിന് വേണ്ടിയാണ്. ഞാൻ ഓരോരോ പടികൾ കയറുമ്പോഴും നിങ്ങൾ ഓരോ പടി ഇറക്കും ഞാൻ. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളോട് ഞാൻ ഇറങ്ങിപ്പോവാൻ പറയില്ല, പക്ഷെ സ്വയം ഇറങ്ങിപ്പോവേണ്ട അവസ്ഥ ഞാൻ ഉണ്ടാക്കും. അതെപ്പോ എന്ന് എനിക്ക് തന്നെ നിശ്ചയമല്ലാത്തതുകൊണ്ട് അതുവരെ നിങ്ങൾക്കിവിടെ സൂക്ഷിക്കാം. രവിചന്ദ്രവർമ്മനായിട്ട് തന്നെ. സോ പ്ലീസ് ലീവ് ഫ്രം ഹിയർ, പ്ലീസ്. നീ ഇതങ്ങോട്ട് എവിടേക്കെങ്കിലും പോകുന്നുണ്ടോ? ക്യാബിനിൽ രഘു ഇരിക്കുന്നു. ഞാൻ അവന്റെ ക്യാബിനിൽ ഇരിക്കാന്ന് കരുതി. അതെന്താ പെട്ടെന്നൊരു മാറ്റം? മാറ്റമൊന്നുമില്ല. അവന് കുറച്ച് സമയം എൻ്റെ ചെയറിലിരിക്കണമെന്ന് തോന്നുന്നു. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. അവൻ്റെ ഇഷ്ടമല്ല എൻ്റെ ഇഷ്ടം. നീ എങ്ങോട്ടേക്കാ? പുതിയ MD ഒന്ന് കാണാൻ. മുന്നിലുള്ളവരെ തിരിച്ചറിയാതിരിക്കാൻ മാത്രം കണ്ണിൽ ഇരുട്ട് കയറിയോ എന്ന് ചോദിക്കാൻ. നീ അവനോടൊന്നും ചോദിക്കാൻ പോകണ്ട. അല്ലെങ്കിലും ആ കസേര അവനുള്ളതാണ്. അവനുള്ള അവകാശമൊന്നും എനിക്കില്ലല്ലോ. അത് നിനക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമല്ല. നാട്ടു നടപ്പിന്റെ കാര്യമല്ല ഇവിടെ, യോഗ്യതയുടെ കാര്യം. നീ അങ്ങനെ ഒഴിഞ്ഞു മാറി കൊടുക്കുമ്പോ ഒന്നുകിൽ നിന്നെ പോലെ അല്ലെങ്കിൽ നിന്നെക്കാൾ യോഗ്യനും പ്രാപ്തനുമുള്ള ഒരാളായിരിക്കണം ആ കസേരയിലിരിക്കുന്ന അർഹൻ. അല്ലാതെ അവകാശം പറഞ്ഞ കയറിയിരിക്കാനുള്ള സ്ഥലമല്ല ഇത്. മാറ്റങ്ങളൊക്കെ നല്ലതാണ്, പക്ഷേ അത് നല്ലതിനാവണം. നീ വെറുതെ രഘുവിനെ കുറ്റപ്പെടുത്തേണ്ട രാജാറാം. ഞാനൊക്കെ ആരും പഠിപ്പിച്ചു തന്നിട്ടല്ലോ ബിസിനസ് നടത്തുന്നത്. കാലക്രമേണ അവനും മാറ്റം ഉണ്ടാവും. അവനും എന്നെ പോലാവും. നമ്മൾ അതിനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയാണ് വേണ്ടത്. അവനിപ്പ ചെയ്തൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. പക്ഷെ അവൻ പറയുന്ന ചില വാചകങ്ങൾ എനിക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഇനിയും അവനെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കാതിരിക്കുക, അതേ ഞാനിപ്പോ ചിന്തിക്കുന്നുള്ളൂ. പിന്നെ നീയും സാൻഡ്രയൊക്കെ ഉണ്ടല്ലോ. നിങ്ങളെല്ലാവരും ചേർന്ന് ഈ ഓഫീസ് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രം മതി. നിങ്ങളെ കൊണ്ട് സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അല്ലെങ്കിലും മതിയായി രാജാറാം. എത്ര വർഷമായി ഇങ്ങനെ ഓടി നടക്കുന്നു. ഇനി കുറച്ചൊക്കെ വിശ്രമിക്കാൻ സമയമായെന്ന് എനിക്ക് തന്നെ തോന്നുക. പക്ഷെ അത് ഇങ്ങനൊരു സാഹചര്യത്തിലായിപ്പോയെന്നേ ഉള്ളൂ. എല്ലാത്തിനും ഒരു അതിർവരമ്പ് വെക്കണം രാജാറാം. ഏത് കാര്യമാണെങ്കിലും അതിരുവിട്ടു പോയാൽ അത് നമുക്ക് വിഷമങ്ങളെ തരൂ. അതിപ്പോ സ്നേഹത്തിന്റെ കാര്യമല്ലോ
അങ്ങനെ തന്നെയാണ്. പണവും സ്നേഹവും സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ രണ്ടും നഷ്ടവും. ആവശ്യത്തിനനുസരിച്ച് മാത്രമേ ഇത് രണ്ടും ചെലവഴിക്കാവൂ. ഇത്രയും വർഷം കൊണ്ട് രവി പഠിച്ച പാഠത്തിലെ ഒഴിവാക്കാൻ പറ്റാത്ത രണ്ട് വരികളാണ്. ഹലോ. ഹലോ മിസ്റ്റർ രവിചന്ദ്രവർമ്മൻ. അതെ. ഞാനൊരു കാര്യം പറയാനാണ് താങ്കളുടെ ഫോണിലേക്ക് വിളിച്ചത്. എന്ത് കാര്യം? കാര്യം വളരെ ചെറുതാണ്. വേറെ ആരും അറിയരുതെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. രവിവർമ്മന്റെ കൂടെയുള്ള പെൺകുട്ടി കൺമണിയാണെന്നുള്ള സത്യം. അറിയോ? അത് പിന്നെയുള്ള മറുപടി. ആദ്യം സമൂഹ മധ്യത്തിലും കുടുംബത്തിലുമുള്ള നിങ്ങളുടെ നിലയും വിലയും ഇല്ലാതാക്കാൻ എനിക്ക് കഴിയുമെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ശ്രീലക്ഷ്മിയും കൺമണിയും നിങ്ങളുടെ മനസ്സിന്റെ സമാധാനം ഇല്ലാതാക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായില്ലേ? ആ കൂട്ടത്തിൽ എന്റെ ഒരു സമാധാന കേടും കൂടിയിരിക്കട്ടെ. എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? 25 ലക്ഷം. അതിൽ കുറഞ്ഞൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി, അതും ഇപ്പോ തന്നെ. സമയം കളയാതെ പണം റെഡിയാക്കി വെക്ക്. സ്ഥലം ഞാൻ വഴി അറിയിക്കാം. ഈ നമ്പറും ടവറും ട്രേസ് ഔട്ട് ചെയ്യാൻ നിങ്ങൾക്ക് നിഷ്പ്രയാസം കഴിയും. പക്ഷേ ഈ ഒരു കോളിനു വേണ്ടി മാത്രമാണ് ഈ സിമ്മും ഫോണും. എമൗണ്ട് മറക്കണ്ട, 25 lakhs. ഇല്ലെങ്കിൽ ആദ്യം സുദർശനൻ, പിന്നെ ഗായത്രി അമ്മ, എല്ലാവരും ഇതറിയും. സാൻഡ്ര, എത്രയും പെട്ടെന്ന് 25 lakhs ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്ത് വെക്കണം. ഓക്കെ? എന്താ രവി, ഇപ്പൊ എന്തിനാ ഇത്രയും ക്യാഷ്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആരാ ഈ വിളിച്ചത്? ഒന്നുമില്ല രാജാറാം. പിന്നെ ഞാനൊന്ന് പുറത്തേക്ക് പോവാ. എന്തെങ്കിലും മീറ്റിംഗ് ഉണ്ടെങ്കിൽ രഘുവിനോട് അറ്റൻഡ് ചെയ്യാൻ പറയണം. നീ കാര്യം പറഞ്ഞിട്ട് പോ. ഇപ്പൊ നിന്നെ വിളിച്ചത് ആരാ? അത് ഞാൻ നിന്നോട് പിന്നീട് പറയാം. ഓക്കെ? നിനക്കറിയാത്തതായിട്ട് എന്റെ ജീവിതത്തിൽ ഒന്നുമില്ല. ഓക്കെ? ഹലോ.
എന്ത് കാര്യത്തിനാണ് ഇത്രയും വലിയ ഭീമമായ ഒരു തുക പിൻവലിച്ചതെന്ന് ഒന്ന് അറിഞ്ഞാ കൊള്ളായിരുന്നു. രഘു, അത് എൻ്റെ ഒരു അത്യാവശ്യത്തിന് വേണ്ടി വിഡ്രോ ചെയ്തതാ. ഓ, അങ്ങനെ സ്വന്തം കാര്യത്തിന് കമ്പനി അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യാൻ ഇനി പറ്റില്ല. തന്നിഷ്ടത്തോടുള്ള ചെയ്തികളൊക്കെ ഇതോടെ അവസാനിപ്പിക്കണം. അങ്ങനെ ഞാനും എന്റെ കുടുംബവും അനുഭവിക്കേണ്ടത് പുറത്തു നിന്ന് വന്ന ഒരാൾ കൈയിട്ട് വാരണ്ട. രഘു, നീ ആരോടാ സംസാരിക്കുന്നെന്ന് നിനക്ക് നിശ്ചയമുണ്ടോ? അറിയാം. ചേട്ടായി എന്നും പറഞ്ഞ് എന്നോടും എന്റെ അമ്മയെ അമ്മയെന്ന് വിളിച്ചിട്ട് നമുക്ക് തന്നെ ദ്രോഹം ചെയ്ത ഒരു മനുഷ്യനോട്. നല്ലവനെന്ന ആട്ടിൻ തോലണിഞ്ഞ ദുഷ്ടനായ ചെന്നായോട്. ഇയാളും ഇവിടെ അമ്മ വാഴിച്ച ബാലമയും തമ്മില് എന്ത് വ്യത്യാസമാണുള്ളത്? എന്നാ പിന്നെ അമ്മ തന്നെ പറയണം. സ്വന്തം കാര്യത്തിനെടുത്ത 25 ലക്ഷം രൂപ അങ്ങ് പോട്ടേന്ന് വെക്കണോ ഞാൻ? അങ്ങനെ അമ്മ ചിലപ്പോ പറഞ്ഞാലും ഞാനത് സമ്മതിക്കില്ല. 25 ലക്ഷം രൂപ പോയിട്ട് 5 നയാ പൈസയുടെ ബന്ധം പോലും ഞാനും ഇയാളും തമ്മിൽ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. രഘു, ക്ഷമിക്കണം. എനിക്ക് ഒരു അബദ്ധം പറ്റി. ആ പൈസ ഞാൻ 2 ദിവസം കൊണ്ട് തിരികെ തന്നേക്കാം. അതിനായിട്ടൊരു പ്രശ്നം വേണ്ട. നാടകവും പൊളിഞ്ഞ് കാഴ്ചക്കാരും പിരിഞ്ഞ് നാടക തട്ടും പൊളിച്ചിട്ട് നിങ്ങൾ ഇപ്പോഴും എന്റെ ചേട്ടായി എന്ന കഥാപാത്രത്തിൽ നിന്ന് പുറത്തോട്ട് വന്നിട്ടില്ല അല്ലേ? ആ വേഷം അഴിച്ചു വെക്കേണ്ട സമയം കഴിഞ്ഞു. ഹേ, എന്നിട്ട് തനി സ്വരൂപം പുറത്തേക്കെടുക്ക്. കാണട്ടെ ഞങ്ങളൊക്കെ. അവന് തനി സ്വരൂപം ഒന്നേ ഉള്ളൂ. സ്വരൂപങ്ങൾ മാറി മറിയുന്നത് നിന്റെയും നിന്റെ ഭാര്യയുടേതുവാ. ആഹാ, അത് കൊള്ളാലോ. അതിനിടയ്ക്ക് മധുരല്ലോ എന്നെ പിടിച്ചിടുന്നത് എന്തിനാ? 25 ലക്ഷം രൂപ ബ്രദറിലോ മോഷ്ടിച്ച കാര്യം ഇപ്പൊ രഘു പറയുമ്പോഴാ ഞാനും അറിയുന്നത്. അല്ലെങ്കിൽ തന്നെ രഘുവിനോട് എന്തിനാ ഗായത്രിയമ്മ ദേഷ്യം കാണിക്കുന്നേ? രഘു ഗായത്രിയമ്മയുടെ സ്വന്തം മോനല്ലേ? വക്കാലത്ത് പറയണത് സ്വന്തം മോന് വേണ്ടിയാ, അല്ലാതെ മരിച്ചുപോയ മകളുടെ ഭർത്താവിന് വേണ്ടിയല്ല. രഘു എത്ര ചോദിച്ചാലും ഇവിടെ ഉറഞ്ഞു തുള്ളിയാലും രഘുവിന്റെ ചേട്ടന്റെ വായിന്ന് രഘു പ്രതീക്ഷിക്കുന്ന മറുപടി കിട്ടാൻ പോകുന്നില്ല. കാരണം ഇത്രയും കാലം വർമ്മൻ കുടുംബം എന്ന വലിയൊരു മേൽവിലാസത്തിന്റെ പിൻബലത്തിലായിരുന്നു എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ ശരിക്കുള്ള അവകാശി രഘുവും രാഘസുതയും ആണെന്ന് അറിഞ്ഞപ്പോ നിക്കക്കള്ളി ഇല്ലാതെ ചെയ്തു പോകുന്നതാണിതെല്ലാം. കുറച്ചു സമയം കൂടുതൽ പണം എന്ന ഒറ്റ മുദ്രാവാക്യം മാത്രമേ ഇപ്പൊ ഈ പുള്ളിയുടെ കാതില് മുഴങ്ങുന്നുള്ളൂ. അതിന്റെ ഹരിശ്രീ കുറിച്ചതാണ് ഈ 25 ലക്ഷം. അതങ്ങനെ ഒരു ഫാക്റ്റാണ് രഘു. തന്റെ എല്ലാ അനാവശ്യങ്ങൾക്കും പണം ചെലവാക്കുന്ന ഒരാൾക്ക് ഒറ്റയടിക്ക് ആവശ്യത്തിന് പോലും ചെലവാക്കാൻ ഒന്നും ഇല്ലാതെ വരുമ്പോ ഒരു ഭ്രാന്തമായ അവസ്ഥയുണ്ടാവും. സത്യം പറഞ്ഞ എല്ലാവരും തിരിച്ചറിഞ്ഞ സമയത്ത് ഇദ്ദേഹത്തിന്റെ വലിയൊരു ട്രാൻസ്ഫർമേഷൻ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. സമസ്ത അപരാധങ്ങളും ഏറ്റുപറച്ചിലുകളും കൊണ്ട് സമ്പന്നമായ ഒരു വലിയ സീൻ. പക്ഷെ അവിടെയും അക്ഷരാർത്ഥത്തിൽ ഈ മാന്യദേഹം എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. എല്ലാം അവസാനിച്ച് ഇങ്ങനെ നിരായുധനായി നിൽക്കുമ്പോഴും കൺമുന്നിലെല്ലാം തകർന്നടിഞ്ഞിട്ടും ഇനി അങ്ങോട്ട് പ്രത്യാശയുടെ ഒരു കൺവെട്ടം പോലും ഇല്ലാതിരുന്നിട്ടും ഒന്ന് വ്യതിചലിച്ചിട്ടില്ല നിങ്ങള്. നിന്ന പോയിന്റിൽ നിന്ന് ഒരടി അനങ്ങിയിട്ടില്ല.
ആർക്കും ഒരു സംശയത്തിനും ഇട കൊടുക്കാതെ മകനായും ചേട്ടനായും ഭർത്താവായും അരങ്ങിൽ ഇത്ര വർഷം നല്ല നടനായി പിടിച്ചു നിൽക്കണമെങ്കിൽ കുറച്ചൊന്നും അല്ല നിങ്ങളുടെ കഴിവ്. ഋഗ്വേദത്തിൽ നിന്ന് കഥാവസ്തുവും, യജുർവേദത്തിൽ നിന്ന് അഭിനയവും, സാമവേദത്തിൽ നിന്ന് സംഗീതവും, അഥർവവേദത്തിൽ നിന്ന് രസവും, അങ്ങനെ നാട്യശാസ്ത്രത്തിന്റെ സമസ്ത മേഖലയിലും കയ്യൊപ്പ് പതിപ്പിച്ചു കഴിഞ്ഞു. രേഖ മാഡം, ഇത്രയും സമയം മാഡം എന്റെ ഭർത്താവിനെ കുറിച്ച് പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു നിന്നു. ഇനിയും കേട്ടു നിൽക്കാൻ എനിക്ക് അല്പം പ്രയാസമുണ്ട്. എന്റെ ഭർത്താവ് നിങ്ങളുടെ മുന്നിൽ അഭിനയിച്ചതാണെങ്കിൽ അതിലും നല്ല അഭിനയമായിരുന്നു രേഖ മാഡത്തിന്റെ ഗർഭനാടകം. അതിനും അപ്പുറം ഇവിടെ ആരും അഭിനയിച്ചിട്ടില്ല. രഘു, പഴയ കാര്യങ്ങളൊക്കെ മറക്കാം, പക്ഷെ മറക്കേണ്ടതേ മറക്കാവൂ. നീ നിന്റെ ഭാര്യയും കുറ്റം പറയുന്ന ഈ മനുഷ്യനുണ്ടല്ലോ, സ്വന്തം കുടുംബത്തിന് വേണ്ടിയേ ഈ നിമിഷം വരെ ജീവിച്ചിട്ടുള്ളൂ. കണ്ണടച്ചിരുട്ടാക്കി അത് മറവിയായി എടുക്കരുത്. ഈശ്വരൻ ക്ഷമിച്ചൊന്നും വരില്ല. ഇത്രയും വലിപ്പമില്ലെങ്കിലും എനിക്കും ഉണ്ടൊരു വീട്. സുഖസൗകര്യങ്ങൾ കുറച്ച് കുറവാണെന്നേ ഉള്ളൂ, പക്ഷേ ഇതിനേക്കാൾ അന്തസ്സോടെ ഞങ്ങൾ അവിടെ ജീവിക്കും. നീ ജീവിക്കോ മരിക്കോ എന്തേലും ചെയ്യ്, പക്ഷെ അതിനു മുമ്പ് നീ ശരിക്കും ആരാണെന്നൊന്ന് വ്യക്തമാക്കണം. നീ ശ്രീലക്ഷ്മിയാണോ കൺമണിയാണോ എന്ന് ഇവിടെ ഇപ്പോഴും തർക്കം നടക്കുന്നതേ ഉള്ളൂ. ശ്രീലക്ഷ്മിയാണെങ്കിൽ സ്വന്തം ഭർത്താവിനെ നേരത്തെ നിലയ്ക്ക് നിർത്തണമായിരുന്നു. അതല്ല കൺമണിയാണെങ്കിൽ അഭിനയിച്ച് കിട്ടുന്ന പൈസയും വാങ്ങി മിണ്ടാതിരുന്നോണം. അങ്ങനെ നീ പറയുന്നത് കേട്ട് മിണ്ടാതെ നിൽക്കാൻ സൗകര്യം ഇല്ലെങ്കിലോ? ശ്രീലക്ഷ്മി ആയതുകൊണ്ടാ നിന്റെ കഥാപ്രസംഗം മുഴുവൻ കേട്ടു നിന്നത്. കൺമണി ആയിരുന്നെങ്കിലേ ഇതിനു മുൻപേ നിന്റെ അണപ്പൽ അടിച്ച് ഞാൻ താഴെ ഇട്ടേനെ. ശ്രീലക്ഷ്മി, നീ അകത്ത് പോ. പോകാൻ. ചേച്ചിയെ കെട്ടിയ ബന്ധത്തിൽ ഇപ്പോഴും കടിച്ചു തൂങ്ങിക്കിടന്നിട്ട് മരിച്ചുപോയ ചേച്ചിക്ക് പകരം ഏതോ ഒരുത്തിയെ ഭാര്യയായി കൊണ്ടുവന്നിട്ട് ഈ വീട്ടിൽ നിറഞ്ഞാടുന്നു. ഈ കുടുംബത്തിലെ ഓരോ പിടി മണ്ണിനും ആധികാരികമായി അവകാശമുള്ളവർ അത് കണ്ട് ഉത്തരം കിട്ടാതെ നിൽക്കുന്നു. എന്തിനാ രേഖ ഇല്ലാത്തൊരു പ്രശ്നത്തെ ഇങ്ങനെ ഊതി വീർപ്പിക്കുന്നത്? മതി, നിർത്തിക്കോ. കുറെ നേരമായില്ലേ നാവാട്ടം തുടങ്ങിയിട്ട്. നീ ശരിയുള്ളവളായിരുന്നെങ്കിൽ നിന്റെ വാക്കിലും ആ ശരി കണ്ടേനെ. നിന്റെ ഭർത്താവിനോട് നിനക്ക് എന്ത് വേണമെങ്കിലും പറയാം, പക്ഷേ രവിയോട് അത് വേണ്ട.